Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. കൗൺസിൽ ഹാളിൽ ചട്ടവിരുദ്ധമായി PMA ജലീൽ ഇടപെടുന്നു എന്ന ആരോപണവുമായി ഭരണപക്ഷം ഇന്നലെ നടന്ന തർക്കങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഭരണപക്ഷ കൗൺസിലർമാർ. ഒറ്റപ്പാലം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് കൗൺസിലർ PMA ജലീൽ ചെയ്യുന്നത് എന്നും എവിടെയും പറയാൻ പറ്റാത്ത അൺപാർലമെന്ററി വാക്കുകളാണ് ജലീൽ കൗൺസിൽ യോഗത്തിൽ ഉപയോഗിക്കുന്നത് എന്നും നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ് സ്ത്രീകൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നതടക്കം ചെയ്യുന്നതുകൊണ്ടാണ് വനിതാ കൗൺസിലർമാർ രംഗത്തെത്തിയത് എന്നും അതേസമയം മുസ്ലിം ലീഗിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് BJPയിൽ നിന്നും ഉണ്ടായത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. നഗരസഭ കൗൺസിൽ ഹാളിൽ എന്ന് മാത്രമല്ല, എവിടെയും പറയാൻ പാടില്ലാത്ത, ഉപയോഗിക്കാൻ പാടില്ലാത്ത അൺപാർലമെന്ററി വാക്കുകൾ കൗൺസിൽ ഹാളിൽ ഉപയോഗിക്കുകയാണ്. തീരെ സംസ്കാര ശൂന്യമായ വാക്കുകളാണ് കൗൺസിൽ ഹാളിൽ ഉപയോഗിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ മോശപ്പെട്ട ഒരു പ്രവണത അയാളുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. ഇതിനെതിരായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ എല്ലാവരും രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഇന്ന് കൗൺസിലിൽ ഉണ്ടായത്. എന്നാൽ മുസ്ലിം ലീഗിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജലീലിനെ എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന നിലയിലാണ് BJPയിലെ ചില കൗൺസിലർമാർ ഇന്ന് പ്രവർത്തിച്ചത്. കൗൺസിലിന്റെ മാന്യത ഇല്ലാതാക്കുന്ന സമീപനമാണ് PMA ജലീൽ നടത്തുന്നതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും പുതിയ ഭരണസമിതി ഭരണമേറ്റെടുത്തതു മുതൽ ഇതുവരെയും പോർവിളിയും അട്ടഹാസവുമാണ് കൗൺസിൽ ഹാളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നും ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് കൗൺസിലർമാർ രംഗത്തെത്തിയത് എന്നും എന്നാൽ ഇത് തുടരും എന്ന സമീപനമാണ് ജലീലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ നിലയിൽ കൗൺസിലിനെ, അതിന്റെ മാന്യതയെ, നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തനത്തിലാണ് PMA ജലീൽ നേതൃത്വം കൊടുക്കുന്നത്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന നഗരസഭാ കൗൺസിലിനെ, ഒറ്റപ്പാലം നഗരസഭയുടെ നാളിതുവരെയുള്ള അതിൻ്റെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ജലീലിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. നഗരസഭ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അത് ജനങ്ങളിലേക്ക് എത്തരുത് എന്നാണ് അവരുടെ ഉദ്ദേശമെന്നുള്ള നിലപാടാണ് ലീഗും BJPയും എടുത്തത് എന്നും വൈസ് ചെയർമാൻ പറഞ്ഞു. നഗരസഭ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാൻ, ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തരുത് എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് മുസ്ലിം ലീഗും BJPയും ഇന്ന് നടന്ന വികസന പ്രവർത്തനം, ഇത് അവർ BJPയുടെ ചില കൗൺസിലർമാർ തന്നെ ഈ അജണ്ട അതിനെ പ്രശംസിക്കും വിധത്തിൽ, ഈ കാര്യങ്ങൾ നാടിന് ഗുണകരമാകും വിധത്തിൽ നഗരസഭയുടെ ഭരണസമിതിക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താതെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. ആക്ടിന് വിധേയമായാണ് കൗൺസിൽ യോഗം നടക്കുന്നത് എന്നും അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൗൺസിലിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ആക്ടിൽ പറയുന്നുണ്ട് എന്നും എന്നാൽ PMA ജലീൽ തനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കൗൺസിലിൽ പറയുന്നത് എന്നും രാജേഷ് ആരോപിക്കുന്നു. നഗരസഭ കൗൺസിൽ നടത്തേണ്ടത് എങ്ങനെ എന്നുള്ളത് ആക്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടയിൽ ഇല്ലാത്ത ഒരു കാര്യവും കൗൺസിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി പാടില്ല. ഇത് ആക്ടിൽ പറയുന്നതാണ്, നിയമത്തിൽ പറയുന്നതാണ്. എന്നാൽ ശ്രീ ജലീൽ കൗൺസിൽ യോഗം ആരംഭിക്കുന്നത് മുതൽ അദ്ദേഹത്തിന് തോന്നുന്നതായ കാര്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതിനെല്ലാം മറുപടി പറയണം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അപ്പോൾ നിയമപ്രകാരം നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളെ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ അടുത്ത കൗൺസിൽ യോഗം മുതൽ ഉണ്ടാകും.